എപ്പിഗ്ലോട്ടൈറ്റിസ്, അതായത് ഇൻഫ്ലമേഷൻ ഓഫ് ദ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം എപ്പിഗ്ലോട്ടിസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ വായിലൂടെ ആഹാരം കഴിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ എടുക്കുമ്പം ട്രക്കിയും ഈസോഫാഗസുമായിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് വിടുന്ന ഒരു ഭാഗമാണ്. അതായത് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇപ്പം ട്രക്കിയിലേക്ക് ഓക്സിജനാണ് വരുന്നതെങ്കിൽ അതിങ്ങനെ മാറിക്കൊടുക്കും, ഇങ്ങനെ മാറിക്കൊടുക്കും. അപ്പം ലങ്സിലേക്ക് പോകും. അതുപോലെ തന്നെ ഈസോഫാഗസിലോട്ടാണ് വരുന്നതെങ്കിലോ ഇങ്ങനെ മാറിക്കൊടുക്കും. അപ്പം അതുകൊണ്ടാണ് അതിൽ ഈ രണ്ട് ഗ്യാപ്പിലേക്കും കൃത്യമായിട്ട് ഓക്സിജനും ഫുഡും കൃത്യമായിട്ട് പോകുന്നത്. അപ്പം അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഉള്ളതാണ്. അപ്പം ഇതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് അങ്ങ് വീർക്കും. ഇപ്പം ഈ ഭാഗം അങ്ങ് വീർത്ത് കഴിഞ്ഞിട്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലേക്കുള്ള ഫുഡും കഴിക്കാൻ പറ്റാതാവും, ഓക്സിജൻ കടന്നു പോകാനും ഗ്യാപ്പില്ലാതാവും. അതാണ് ഈ എപ്പിഗ്ലോട്ടിസിന് ഇൻഫെക്ഷൻ ഉള്ള കുഴപ്പം. അപ്പം മെയിനായിട്ട് ഇതിന് അസുഖം ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷനാണ്. അതായത് നമുക്ക് ടോൺസിലൈറ്റിസ്, ഫാരഞ്ചൈറ്റിസ് ഇതുപോലുള്ള ഇൻഫെക്ഷനുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇതിനും ഇൻഫെക്ഷൻ ഉണ്ടാകാം. എപ്പിഗ്ലോട്ടിസിന് മാത്രമായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാകാം. പലപ്പോഴും അത് ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും പലപ്പോഴും എപ്പിഗ്ലോട്ടിസിലേക്ക് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പം അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അസുഖം നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. പിന്നെ കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഈ ഹീമോഫീലസ് ഇൻഫ്ലുവൻസ, സ്ട്രെപ്റ്റോകോക്കസ്, ന്യൂമോണിയ, സ്റ്റെഫിലോകോക്കസ് ഇങ്ങനെയുള്ള വൈറസുകൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്കിതിന് വാക്സിനേഷൻ കൊടുക്കുന്നത് ഇതൊരു പരിധിവരെ തടയാനായിട്ട് ഉതകും. കാരണം ഈ വൈറസിനൊക്കെ വേണ്ടിയിട്ടാണ്, ഈ ബാക്ടീരിയകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഇഞ്ചക്ഷനുകളൊക്കെ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പിഗ്ലോസൈറ്റിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പേഷ്യൻ്റ് ചുമ ഉണ്ടാകത്തില്ല. ചുമ കാണിക്കത്തില്ല. എന്നാൽ ബാക്കിയുള്ള റെസ്പിറേറ്ററി എല്ലാം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ലങ്സിലേക്കുള്ള ഹോള് അടഞ്ഞു പോവുകയാണ്, വീർത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു എമർജൻസി കേസാണ്. കാരണം ഇത് കറക്റ്റ് സമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പേഷ്യൻറ്റിന് ഡെത്ത് വരെ സംഭവിക്കാവുന്ന സംഭവമാണ്. പിന്നെ ഏത് ഏജിലാണ് ഇത് കൂടുതൽ വരുന്നത്? അതായത് 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള ചൈൽഡിനാണ് ഇതിൻ്റെ ഇൻസിഡൻറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഇറ്റ് ഈസ് എ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ്. അതായത് വേറെ ഒരാളിൽ നിന്ന് തുപ്പലിലൂടെ പകരുന്ന ഒരു ഇൻഫെക്ഷനാണ്. അപ്പം ആളുകൾ കൂടി നിൽക്കുന്നിടത്തൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, എന്തെല്ലാം ക്ലിനിക്കൽ ഫീച്ചേഴ്സാണ് ഇത് കാണിക്കുന്നത്? ആദ്യമായിട്ട് ഇത് ഹൈ ഗ്രേഡ് ഫീവറാണ്. ലോ ഗ്രേഡ് ഫീവറല്ല, ഹൈ ഗ്രേഡ് ഫീവറാണ്. നല്ല പനി വരും. പിന്നെ സോർ തോട്ട് ഉണ്ടാവും. തോട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണും? റെഡ്നെസ്, ഇൻഫ്ലമേഷൻ, ലാർജ് ചെറി റെഡ് എഡിമാറ്റസ് എപ്പിഗ്ലോട്ടിസ്. അതായത് എപ്പിഗ്ലോട്ടിസിനെ നമ്മൾ വായിലൂടെ നോക്കുമ്പം എങ്ങനെയൊക്കെ കാണപ്പെടും? റെഡാണ്, നന്നായിട്ട് ചുമന്നിരിക്കും, ഇൻഫ്ലമേറ്റഡ് ആയിരിക്കും, ഇൻഫ്ലമേഷൻ്റെ ലക്ഷണങ്ങളായ ചുമന്ന് വീർത്തിരിക്കും. ലാർജ് ചെറി റെഡ് എഡിമാറ്റസ് ആയിരിക്കും, ലാർജ് ആയിരിക്കും, ചെറിപ്പഴത്തിൻ്റെ റെഡ് പോലത്തെ ചുമന്ന കളറായിരിക്കും, അത് വീർത്തിരിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രകടമായ ലക്ഷണം എന്ന് പറയുന്നത് വീസിങ് ആണ്. അതായത് ശ്വാസം എടുക്കാനായിട്ട് ഹൈ പിച്ച്ഡ് വിസ്ലിംഗ് സൗണ്ട്, അതാണ് വീസിങ്ങിന് പറയുന്നത്. ഭയങ്കര സൗണ്ടാണ്. പക്ഷെ അതിനൊരു വിസിലിൻ്റെ സ്റ്റൈൽ ഉണ്ടാവും. കാരണം ഒരു വിസിലിറ്റി പോലെ നമുക്ക് ഇടയ്ക്ക് കേൾക്കാൻ പറ്റും. ഹൈ പിച്ച്ഡ് വിസ്ലിംഗ് സൗണ്ടാണ്. ഇനി അത് ആ സ്റ്റേജിൽ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അടുത്ത സ്റ്റേജായ സ്റ്റൈഡറിലേക്ക് പോകും. സ്റ്റൈഡർ എന്ന് പറഞ്ഞാൽ ഹൈ പിച്ച്ഡ് ഹാർഷ് സൗണ്ടാണ്. ഇങ്ങനത്തെ സൗണ്ടല്ലേ, അങ്ങനത്തെ സൗണ്ടാണ് വരുന്നത്. ഹാർഷാണ് വിസിലിങ്. ആദ്യത്തേത്
ഇങ്ങനത്തെ ആ വിസിലിംഗ് സൗണ്ട് ആയിരുന്നെങ്കിൽ രണ്ടാമത് അങ്ങനെ ഹാർഷ് സൗണ്ടിലേക്ക് മാറും. അതാണ് സ്റ്റൈറ്ററും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പിന്നെ സാധാരണ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഡിസ്ഫാ ഡിസ്നിയ, ഡിസ്ഫാജിയ, സോളോവിങ് ഡിഫിക്കൽറ്റി, പിന്നെ ഡിസ്ഫോണിയ, അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇത്രയും കാര്യങ്ങൾ കാരണം ആഹാരവും ശ്വാസവും സൗണ്ടും ഇതെല്ലാം എപ്പിഗ്ലോട്ടിസിൻ്റെ വർക്ക് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇതിന് ഒക്കെ ഓക്സിജൻ്റെ നന്നായിട്ട് എയർ എൻട്രി ആവശ്യമുള്ള കാര്യങ്ങളും ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കാര്യം ബുദ്ധിമുട്ടാവും. ഡിസ്ഫോണിയ എന്ന് പറഞ്ഞാൽ സൗണ്ട് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഡ്രൂളിങ് ഓഫ് ദ സലൈവ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കാരണം അങ്ങോട്ട് പോകാനായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് പുറത്തേക്ക് തുപ്പൽ പോരാൻ തുടങ്ങും. കാരണം ആ തുപ്പൽ ഇറക്കുന്ന സമയം പോലും കൊച്ചിന് ഓക്സിജൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇറക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഡ്രിബ്ലിംഗ് ആയിരിക്കും വരുന്നത്. കാരണം ഒബ്സ്ട്രക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ കഫ് ആബ്സെൻ്റ് ആണ്, കഫ് ഉണ്ടാകത്തില്ല. അതാണ് ഇതിൻ്റെ വേറൊരു ലക്ഷണം. പിന്നെ റിട്രാക്ഷൻ, ചെസ്റ്റ് റിട്രാക്ഷൻ ഉണ്ടാകും. ചെസ്റ്റ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. അപ്പം സുപ്രാസ്റ്റേണൽ റിട്രാക്ഷനും ക്ലാവിക്കൽ റിട്രാക്ഷൻ, ക്ലാവിക്കലിൻ്റെ ഈ ഭാഗത്ത് ഇടിഞ്ഞിരിക്കും, സുപ്രാസ്റ്റേണൽ റിട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ടാക്കിപ്നിയ, ടാക്കിക്കാർഡിയ, ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. പിന്നെ ട്രിപ്പോയിഡ് പോസ്ചറിങ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഇതിന് പറയുന്നുണ്ട്. അതായത് കൊച്ച് രണ്ട് കൈ മുന്നോട്ട് വെച്ച് മുന്നോട്ട് ചാഞ്ഞ് ഇങ്ങനെ തല താത്തിയിരിക്കുന്ന അവസ്ഥയ്ക്കാണ്. ആ പൊസിഷനായിരിക്കും ഈ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള കൊച്ച് എപ്പോഴും സ്വീകരിക്കുന്നത്. അതായത് മുന്നോട്ടിങ്ങനെ കൈ സ്ട്രെയിറ്റ് വെച്ച് മുന്നോട്ട് ലീൻ ചെയ്ത് വാ തുറന്ന് നിൽക്കുന്ന അവസ്ഥ. അപ്പം ആ പൊസിഷന് പറയുന്ന ട്രിപ്പോയിഡ് പോസ്ചറിങ് എന്നാണ് പറയുന്നത്. പിന്നെ എക്സ്റേ എടുക്കുമ്പം എങ്ങനെയാണ് ഇതിനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തം സൈൻ എന്ന് പറയും. അതായത് എക്സ്റേ പെയിൻറ്റിങ്ങിൽ ഈ എപ്പിഗ്ലോട്ടിസിൻ്റെ ഭാഗം കാണുന്നത് ഇങ്ങനെ കൈ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. എക്സ്റേ കാണാൻ പറ്റും. വീർത്ത് ഒരു വിരൽ നീണ്ടിരിക്കുന്ന പോലെ എപ്പിഗ്ലോട്ടിസ് നീണ്ടിരിക്കും. അതാണ് തമ്പ് സൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവെൻഷൻ എന്തെല്ലാം നമ്മൾ ചെയ്യണം? എയർവേക്കാണ് പ്രയോറിറ്റി. കാരണം ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പം എയർവേയുടെ പേറ്റൻസി എപ്പോഴും അസസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്സിജൻ്റെ ലെവൽ നോക്കിക്കൊണ്ടിരിക്കണം. പേഷ്യൻറ്റിന് ബ്രീത്തിങ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ എപ്പോഴും ഒരു എമർജൻസി ട്രക്കിയോസ്റ്റമി പേഷ്യൻറ്റിൻ്റെ ബെഡ് സൈഡിൽ റെഡിയാക്കി വെച്ചിരിക്കണം. കാരണം എങ്ങാനും പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നാൽ ഒരു രക്ഷയില്ല. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നു പോയാൽ, കാരണം ഇവിടെ ക്ലോസ് ആവുമ്പം ഈ ഭാഗത്തുകൂടി ഒരു കാരണവശാലും ഇൻറ്റുബേറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ തുളച്ച് ട്രക്കിയോസ്റ്റമി ഇട്ട് കൊടുക്കുക എന്നല്ലാതെ ഒരു മാർഗവും ഇല്ല. കാരണം മേളിലേക്ക് മുഴുവൻ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് കംപ്ലീറ്റ്ലി ബ്ലോക്കായി. ഫുഡും കഴിക്കാൻ പറ്റത്തില്ല, റൈസ് ട്യൂബോ ഒന്നും ഇടാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ബ്ലോക്കാണ്. അപ്പോൾ പേരൻ്റൽ ന്യൂട്രീഷനൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇതിൽ പ്രയോറിറ്റി ഇതായതുകൊണ്ട് ET ട്യൂബ് ഇടാൻ പറ്റാത്തതുകൊണ്ട് ട്രക്കിയോസ്റ്റമി ബെഡിൻ്റെ സമീപത്ത് എപ്പോഴും റെഡി ആയിരിക്കണം. പിന്നെ ടെമ്പറേച്ചർ പേഷ്യൻറ്റിൻ്റെ വായിലൂടെ എടുക്കാൻ ഒരു കാരണവശാലും നോക്കരുത്. എന്തുകൊണ്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ വായ അടച്ച് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റത്തില്ല. കാരണം വായിലൂടെ മാത്രമാണ് ഓക്സിജൻ എടുക്കുന്നത്, മൂക്കിൽ കൂടി ഒന്നും കിട്ടുന്നില്ല. അപ്പം വാ തുറന്ന് ഓക്സിജൻ എടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അത് ബുദ്ധിമുട്ടാവും. കാരണം കൂടുതൽ ഓക്സിജൻ വായിലൂടെ എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ടങ് ഡിപ്രസർ വെച്ച് തോട്ട് എക്സാമിനേഷൻ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷനും ഒക്കെയുള്ള പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്, കോംപ്ലിക്കേഷൻ കൂട്ടും. അപ്പം ഇത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് നിൽക്കുന്ന കുഞ്ഞായതുകൊണ്ട് ഇതിന് ഭയങ്കരമായിട്ട് ടെൻഷനും നെർവസ്നെസ്സും ഉണ്ടാകും. അങ്ങനെ പേഷ്യൻറ്റ് ടെൻഷനും നെർവസും ആയി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് എല്ലാം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേഷ്യൻറ്റിനെ അൺഅറ്റൻഡഡ് ആയിട്ട് ഒരിക്കലും ഇട്ടിട്ട് പോകരുത്. പേഷ്യൻറ്റിൻ്റെ കൂടെ എപ്പോഴും ആളുണ്ടായിരിക്കണം. പിന്നെ പേഷ്യൻറ്റിനെ റീസ്ട്രെയിൻ ചെയ്യരുത്, കെട്ടിയിട്ടോ പിടിക്കുകയൊക്കെ. കാരണം കോപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിടിച്ചു നിർത്തി കൊടുക്കുന്ന ആ പരിപാടിയൊന്നും
ഇങ്ങനെയുള്ള കൊച്ചിന് ചെയ്യരുത്. കാരണം കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ പേടിയാണ്, ടെൻഷനൊക്കെ കൂടിയ കൊച്ചിന് ഇതെല്ലാ അസുഖവും റെസ്പിറേറ്ററി അറസ്റ്റിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ പേഷ്യൻറ്റിനെ അജിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു പരിപാടിയും, ഡു നോട്ട് അജിറ്റേറ്റ് ദ പേഷ്യൻറ്റ് എനി സർക്കംസ്റ്റാൻസ്. കാരണം എല്ലാ കോംപ്ലിക്കേഷനും കൂടും. പിന്നെ കാം അന്തരീക്ഷവും കാമായിട്ടിരിക്കാനും സന്തോഷം പകരുന്നതുമായ കാര്യങ്ങൾ മാത്രം കൊച്ചിന് കൊടുക്കുക. അവോയ്ഡ് സുപ്പൈൻ പൊസിഷനിൽ, അതായത് നേരെ നമ്മൾ കിടക്കുന്ന പോലെ പേഷ്യൻറ്റിനെ കിടത്താനായിട്ട് നോക്കരുത്. സെമി പോവുളേഴ്സ് പൊസിഷനെ കൊടുക്കാവുള്ളൂ. കാരണം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആൾക്ക് എന്നും സെമി പോവുളേഴ്സ് പൊസിഷനെ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ കൊടുക്കണം ഓക്സിജൻ. കാരണം ഓക്സിജൻ കിട്ടുന്നത് ബോഡിക്ക് വളരെ കുറവാണ്, ചെറിയ ഗ്യാപ്പിലൂടെയാണ് എടുക്കുന്നത്. അപ്പം അഡ്മിനിസ്റ്റർ ഓക്സിജൻ. അപ്പം ഓക്സിജൻ എങ്ങനെയും ഡ്രൈ ആകാതിരിക്കാൻ ഹ്യൂമിഡിഫയർ ഓക്സിജനാണ് കൊടുക്കേണ്ടത്. പിന്നെ ഓറൽ ഇൻടേക്ക് ഡിഫിക്കൽറ്റിയാണ്, അതുകൊണ്ട് പേരൻ്റൽ ന്യൂട്രീഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം. NSO RLO ഒക്കെ കൊടുത്ത് പേഷ്യൻ്റെ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇതിന് അഡ്മിനിസ്റ്റർ ആൻറ്റിബയോട്ടിക് കൊടുക്കണം. ആൻറ്റിബയോട്ടിക് കൊടുത്ത് ആണ് ഇതിൻ്റെ ഇൻഫെക്ഷൻ കുറയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് കൊടുക്കണം? സെഫ്ട്രിയാക്സനോ സെഫോടാക്സിനോ പേഷ്യൻറ്റിന് കൊടുക്കണം ആൻറ്റിബയോട്ടിക്. സെഫ്ട്രിയാക്സിനും സെഫോടാക്സിനുമാണ് മെയിനായിട്ട് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്. പിന്നെ MRS സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്കോമൈസിൻ കൊടുക്കാം. MRS എന്ന് പറയുന്ന അസുഖം സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാങ്കോമൈസിൻ എന്ന് പറയുന്ന സംഭവം കൊടുക്കാം. പിന്നെ ആൻറ്റിബയോട്ടിക് തെറാപ്പി 7 to 10 days ആണ് കൊടുക്കുന്നത്. അത് കമ്പൽസറി ആയിട്ട് കൊടുക്കുകയും ചെയ്യണം. ആൻറ്റിപൈററ്റിക് മെഡിസിൻ കൊടുക്കണം. പിന്നെ ആൻറ്റിബയോട്ടിക് എപ്പോഴും സ്റ്റാർട്ടിങ് നല്ലത് ഓറൽ ഡിഫിക്കൽറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് IV കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. IV ആണ് കൊടുക്കേണ്ടത്. എല്ലാ മെഡിസിനും IV കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എയർവേ സ്വെല്ലിംഗ് ഉള്ളതുകൊണ്ട് അടുത്തൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റിറോയിഡ് കൊടുക്കുക. കാരണം എയർവേ സ്വെല്ലിംഗ് ഉണ്ട്, അതുകൊണ്ട് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റിറോയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യണം. അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് IV ആണ്, അല്ലെങ്കിൽ ഇൻഹലേഷൻ ഫോമിലും കിട്ടും. IV ആയിട്ടോ ഇൻഹലേഷൻ ആയിട്ടോ കൊടുക്കും. ബ്രോങ്കോ ഡയലേറ്റർ അഡ്മിനിസ്റ്റർ ചെയ്യും. കാരണം ബ്രോങ്കോ ഡയലേറ്റ് ചെയ്ത് ഓക്സിജൻ എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടി മാറ്റുവാണ്. അഡ്രിനാലിൻ നെബുലൈസേഷൻ ഫോമിൽ കൊടുക്കും. കാരണം പെട്ടെന്ന് വാസോ ഡയലേഷൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അഡ്രിനാലിനാണ്. ക്വിക്ക്ലി ഡയലേറ്റ് ബ്രോങ്കൈ. ലിവോസാൾബിറ്റാമോൾ കൊടുക്കും. അതും ഡയലേറ്റ് ചെയ്യാനാണ്. ഹെലിയോക്സ് തെറാപ്പി എന്ന് പറയും. അതായത് ഹീലിയവും ഓക്സിജനും കൂടി കണക്ട് ചെയ്ത് പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്. റെസ്പിറേറ്ററി ഡിസ്ട്രക്ഷനോ ഒബ്സ്ട്രക്ഷനോ ഉണ്ടെങ്കിൽ ആ അവസ്ഥ സോൾവ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ ഒബ്സ്ട്രക്ഷൻ മാറ്റി ഈ വെന്റിലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇങ്ങനെ ഹെലിയോക്സ് തെറാപ്പി എന്ന് പറയുന്ന ഇത് കൊടുക്കുന്നത്. പിന്നെ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ. കാരണം മാസ്ക് ഒക്കെ ധരിക്കേണ്ടി വരും. കയറുന്ന ആൾക്കാരെല്ലാം ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ എടുക്കണം. കാരണം ഡ്രോപ്ലെറ്റിലൂടെ സ്പ്രെഡാവുന്ന ഒരു അസുഖമാണ്. ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം? വാക്സിനേഷനാണ്. എന്തൊക്കെ വാക്സിൻ? ഹിപ്പ് വാക്സിൻ, PCV, ഇൻഫ്ലുവൻസ വാക്സിൻ. ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ഉണ്ടാകാനുള്ള സാധ്യത ഒരു നല്ല പെർസെൻറ്റേജ് കുറയ്ക്കാൻ പറ്റും. ഇതെന്തിനാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷനിലൂടെയാണ് ഇതിങ്ങനെ ആയി മാറാൻ സാധ്യത. അതുകൊണ്ടാണ് കുറയ്ക്കുന്നത്. പിന്നെ കോംപ്ലിക്കേഷൻ. ഈ അസുഖം ഉണ്ടായാൽ, ഈ ഗ്ലോട്ടൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടായാൽ പേഷ്യൻ്റ് എന്തൊക്കെ കോംപ്ലിക്കേഷനാണ്? ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. എയർവേയുടെ കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. റെസ്പിറേറ്ററി അറസ്റ്റ് ഉണ്ടാകും. ഡെത്തിലേക്ക് നയിക്കും. ഇതാണ് ഉണ്ടാകുന്ന ഏറ്റവും വലിയ റെസ്പിറേറ്ററി അറസ്റ്റാണ് ഇതിൽ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. അപ്പം എപ്പിഗ്ലോട്ടൈറ്റിസ് ആണോ നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ട എവിടെയാണ്? ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ്. ഇതാണ് എപ്പിഗ്ലോട്ടൈറ്റിസിനെ കുറിച്ച്. ഓക്കെ, താങ്ക് യു.